ക്ലാസ് റൂമുകളും ഗെയിമിങ്ങും എല്ലാം കുട്ടികളിൽ ഒഴിച്ചുകൂടാനാവാത്തതായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഇതിൻ്റെയെല്ലാം അമിത ഉപയോഗം ഇവരിൽ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിശബ്ദ വില്ലനാണ് മയോപ്പിയ. ബാല്യകാല മയോപ്പിയ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി. കൂടുതലായും കൗമാരക്കാരിലാണ് ഇത് കണ്ടുവരുന്നത്. എന്നാൽ അതിപ്പോൾ കുഞ്ഞു കുട്ടികളിലും ധാരാളം കാണപ്പെടുന്നു എന്നതാണ് ആശങ്ക ഉണർത്തുന്ന വാർത്ത. അമിതമായ ഡിജിറ്റൽ സ്ക്രീനുകളുടെ ഉപയോഗമാണ് മയോപ്പിയയ്ക്കുള്ള പ്രധാന കാരണം. പുറത്തു സമയം ചിലവഴിക്കാതെ മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുകയാണ് കുട്ടികൾ. ഇത് കാരണം കണ്ണുകളിൽ സൂര്യപ്രകാശം ഏൽക്കുന്നില്ല. അത് കണ്ണിൻ്റെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്നു. ഡിജിറ്റൽ സ്ക്രീനുകളിൽ നിന്ന് കണ്ണുകളിലേക്ക് നേരിട്ടെത്തുന്ന രശ്മികളാണ് ഇതിന് കാരണമാകുന്നത്. ഇത് മയോപ്പിയയിലേക്ക് നയിക്കുന്നു. നേത്രഗോളങ്ങൾക്ക് നീളം കൂടും. കോർണിയ പതിവിലും കൂടുതൽ വളഞ്ഞതായി കാണപ്പെടും. ഇതുമൂലം കണ്ണുകളിലേക്ക് പ്രവേശിക്കുന്ന പ്രകാശം നേരിട്ട് റെറ്റിനയിൽ പതിക്കുന്നതിന് പകരം അതിന് മുന്നിലേക്ക് പതിക്കും. ഇത് ഒടുവിൽ കാഴ്ച മങ്ങുന്നതിന് കാരണമാകുന്നു. ഫലമോ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയും, പക്ഷേ ദൂരെയുള്ളവ മങ്ങിയതായി മാത്രമേ കാണാൻ സാധിക്കൂ. ലക്ഷണങ്ങൾ ഇവയാണ്. കുട്ടികൾക്ക് തലവേദന, കണ്ണിന് വേദന, ക്ഷീണം എന്നിവ അനുഭവപ്പെടും. കുട്ടികൾ കണ്ണു ചിമ്മുകയാണെങ്കിലോ ക്ലാസ്സിൽ ബോർഡ് കാണാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാലോ അത് അവഗണിക്കരുത്. ഇവ കണ്ടു കഴിഞ്ഞാൽ ഉടനടി ചികിത്സ തേടണം. അല്ലെങ്കിൽ ആജീവനാന്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. കണ്ണട, കോണ്ടാക്ട് ലെൻസുകൾ എന്നിവ ഇതിന് പ്രതിവിധിയായി നൽകുന്നുണ്ട്. സർജറിയും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 2050 ആകുമ്പോഴേക്കും ആഗോള ജനസംഖ്യയുടെ പകുതിയും മയോപ്പിയ രോഗികൾ കൊണ്ട് നിറയുമെന്നാണ് കണക്ക്. ഇതിന് പ്രതിവിധികളും നിർദ്ദേശിക്കുന്നുണ്ട്. ഓരോ 20 മിനിറ്റിലും 20 അടി അകലെയുള്ള എന്തെങ്കിലും വസ്തുവിനെ 20 സെക്കൻഡ് നേരമെങ്കിലും നോക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക. ദിവസവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഔട്ട്ഡോർ കളികളിൽ പ്രോത്സാഹിപ്പിക്കുക. ഇതവരുടെ തിളങ്ങുന്ന കണ്ണുകൾ മങ്ങാതെ കാക്കും.